ശ്രീമതി ശശികല ടീച്ചർ ചെയ്തിട്ടുണ്ട്. ടീച്ചറെ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനൻ ടി വിയും ഒപ്പം മറ്റു മാധ്യമങ്ങളും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഒന്നാണ് കടക്കലിൽ ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ വിപ്ലവഗാനം പാടുന്നു, ഡിവൈഎഫ്ഐയുടെ കൊടിതോരണങ്ങൾ ഉയർത്തുന്നു. ഒരു പാർട്ടി സമ്മേളന വേദി എങ്ങനെയാണോ അത്തരത്തിലേക്കൊരു ഉത്സവപ്പറമ്പ്, ഒരു അമ്പലത്തിലെ ഉത്സവപ്പറമ്പ് മാറ്റിയെടുക്കുന്നു. ഈ വിഷയം ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഹൈക്കോടതി അതിരൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. ഇത്തരം കാട്ടിക്കൂട്ടലുകൾക്കുള്ള ഇടമല്ല ക്ഷേത്ര പരിസരം, അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് നടക്കേണ്ടത്. ഉപദേശക സമിതിക്ക് പണം കൂടുതലുണ്ടെങ്കിൽ തീർത്ഥാടകർക്ക്, ഭക്തർക്ക് അന്നദാനം നടത്തിക്കൂടെ എന്ന ചോദ്യമൊക്കെ കോടതി ചോദിച്ചിട്ടുണ്ട്. ടീച്ചർ, കോടതിയുടെ ഇടപെടൽ അത്രമാത്രം പൊതുസമൂഹത്തിനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് കോടതിക്കും ബോധ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണ് അത്രയും കർശനമായി ഒക്കെ പറഞ്ഞിട്ടുണ്ടാകുന്നത്. അപ്പോ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടായിരിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ രാഷ്ട്രീയ നിഷ്പക്ഷത വളരെ കുറവായിരിക്കാം. എല്ലാവരുടെയും ഉള്ളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ സംഭാഷണങ്ങളിൽ തെളിഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ അവനവന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എവിടെയെങ്കിലും സംസാരിച്ചു എന്ന് വരാം. അതല്ലാതെ ഇത്ര പ്രകടമായ വിധത്തിൽ ഭക്തജനങ്ങൾ ഭക്തിയോടുകൂടി ഉത്സവം നടത്തുന്ന ഒരു സ്ഥലത്ത് ഇത്രയും പ്രകടമായ വിധത്തിൽ ഒരു പാർട്ടി സമ്മേളന വേദി പോലെയാക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ തീർച്ചയായും ഹൈന്ദവ സമൂഹം ഒരുപാട് സംയമനം ഉള്ളവരാണ് എന്ന ധാരണയിലാണ് ഇത്തരം തെമ്മാടിത്തരൊക്കെ നടക്കുന്നത്. ഇപ്പൊ അവർക്ക് എന്ത് പോയി? കോടതി പരാമർശിച്ചാൽ നാണമുള്ളവനല്ലേ അതൊക്കെ ഉള്ളൂ. നാണമില്ലാത്തവർക്ക് പരാമർശിച്ചാൽ എന്ത്, വിധി വന്നാലുണ്ട്. അവരെ സംബന്ധിച്ചോളം പാട്ട് പാടിക്കഴിഞ്ഞു. അവിടെ പ്രതികരിക്കാൻ ആരും ഉണ്ടായാലേ പ്രതികരണം കിട്ടിയില്ല, അതുകൊണ്ട് അവർ വിജയിച്ചു. അവർക്ക് ഇനി ഒരു അടുത്തൊരു ക്ഷേത്രത്തിൽ പോയാൽ ഇതേപോലെ തന്നെ കോടതിയിൽ പോയാൽ ഈ കോടതിയിൽ നിന്ന് കിട്ടുന്ന പരാമർശവും കോടതിയിൽ നിന്ന് കിട്ടുന്ന എതിർ ന്യായങ്ങളൊക്കെ ജനാധിപത്യത്തെ വിശ്വസിക്കുന്നവർക്കും അതുപോലെ തന്നെ അത്യാവശ്യം മാന്യതയൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് അതിലൊക്കെ ഒരു വിഷമം പറഞ്ഞിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ടീച്ചർ പറഞ്ഞതിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കോടതിയുടെ ചില അപ്ഡേഷൻസ് കൂടി വരുന്നുണ്ട്. ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ രാഷ്ട്രീയക്കാരല്ല, വിശ്വാസികളായിരിക്കണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. ടീച്ചർ തുടരാം. അല്ല, അത് തീർച്ചയായും അത് കാരണം ട്രസ്റ്റി ബോർഡിലൊന്നും വരരുത് എന്നുള്ളത് ഇപ്പൊ ഹിന്ദു ഐക്യവേദി ഹൈക്കോടതിയിൽ പോയി വിധി സമ്പാദിച്ചതാണ്. സജീവ രാഷ്ട്രീയക്കാർ ഇതിൽ വരരുത് എന്നുള്ളത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് വിധി സമ്പാദിച്ചതാണ്. അപ്പൊ ഇനി സജീവ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴും ഇങ്ങനെ പ്രകടമായി ഒരു കാണിക്കാൻ പാടുമോ? ഒരു പാട്ട് പാടിയത് മാത്രമല്ല വിഷയം, അതിന്റെ പുറകിലെ പശ്ചാത്തലം നമ്മൾ കണ്ടു. അത് കരുതിക്കുട്ടി അവിടെ അത്തരം തയ്യാറാക്കി, രംഗസജ്ജീകരണം തയ്യാറാക്കി, ഡിജിറ്റൽ ആണെങ്കിലും തയ്യാറാക്കി കൊണ്ടുപോകാതെ അങ്ങനെയൊന്നും അവിടെ കാണിക്കാൻ സാധ്യമല്ലല്ലോ. അപ്പൊ അത് പാടണമെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഇവര് വിപ്ലവ ഗായകനെ വിളിച്ചത് തന്നെ അത്തരമായ ഒരു കാര്യത്തിനാണ്. അത് ഒരു വർഷമല്ല, തലേ വർഷം ബലികുടീരങ്ങളെന്ന് പാടിയിരുന്നതിന്റെ വിഷ്വൽസ് ഇപ്പൊ പുറത്തു വരുന്നു. അപ്പോ ഒരു പാട്ട് ഏതോ പാടിക്കോട്ടെ, പക്ഷെ പാടുന്നതിനപ്പുറം ഒരു പാർട്ടി വേദിയാക്കി അതിനെ അധപ്പതിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ഭക്തരോടുള്ളൊരു വെല്ലുവിളിയാണ്. അവര് കാസർഗോഡ് ഒരു കൊലപാതകത്തിന്റെ വരെ കുറ്റം തലയിൽ ഏൽക്കേണ്ടി വന്ന ജില്ലാ പഞ്ചായത്ത് നമ്മള് കണ്ണൂര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഹങ്കാരത്തോടെ പറയുന്നു, ഇത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്തിരുന്നത്, ഇവിടെയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയത്, ക്ഷേത്രത്തിലാണ് കളിച്ചത്, സാമ്പശിവന്റെ കഥാപ്രസംഗം അവിടെയാണ് കളിച്ചത് ആയിരുന്നു, അതൊക്കെ ജനം തൂക്കി പുറത്തിട്ടത് തന്നെയാണ്. ഇപ്പൊ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ആളുകൾക്ക് ഭയന്ന് അങ്ങനെ ഒരു കഥാപ്രസംഗം തന്നെ കേറ്റാത്തൊരവസ്ഥയായി. പകരം അവിടെ ഭക്തിസാന്ദ്രമായ കാര്യങ്ങളും ക്ഷേത്രകലകളുമാണെന്ന് നടക്കുന്നത്. അപ്പൊ അവിടെ വീണ്ടും തങ്ങൾക്ക് കിട്ടിയ അധികാരത്തെ അതിന്റെ തിന്നമിടിക്കല് ഭക്തരെ വെല്ലുവിളിക്കുകയാണ്, ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയാണ്. ഇതുപോലുള്ള ചടങ്ങുകളൊക്കെ ക്ഷേത്ര ചൈതന്യത്തെ തന്നെ ബാധിക്കും എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പൊ ആ ക്ഷേത്ര ചൈതന്യം നശിപ്പിക്കുക, ഭക്തരുടെ ആത്മവിശ്വാസം നശിപ്പിക്കുക, അങ്ങനെ വെറും ഒരു പാർട്ടിയുടെ ഒരു സബ് സെന്റർ മാത്രമാക്കിയിട്ട് ക്ഷേത്രത്തെ മാറ്റുക എന്ന ദുരുദ്ദേശമാണ് CPM-നുള്ളത്. അതിന് ഭരണത്തിന്റെ പിന്തുണയുണ്ട്. കോടതി വിധി കൊണ്ടൊന്നും ഇവര് നന്നാവുന്നുള്ള യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ അത് മാന്യന്മാർക്കുള്ളതാണ്. ജനാധിപത്യ ബോധമുള്ളവർക്കാണ് കോടതിയെ ഭയവിരിക്കുന്നത്, കോടതിയുടെ പരാമർശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നാണം തോന്നുന്നത്. അവർ ഇത് ഇനിയും അനുവർത്തിക്കും. ഭക്തജനങ്ങൾ പ്രതികരിക്കുന്നിടത്ത് മാത്രമേ ഇത് നിൽക്കൂ എന്നൊരു ഗതികേടിലാണ് കേരളം ഇപ്പൊ നിൽക്കുന്നത്. ടീച്ചർ, ഒറ്റ കാര്യം കൂടി, ഈ കടക്കലിൽ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ വിപ്ലവഗാനം പാടുന്നു, ഡിവൈഎഫ്ഐയുടെ കൊടിതോരണങ്ങൾ ഉയർത്തുന്നു, ആ സ്റ്റേജിന്റെ പശ്ചാത്തലം അതൊരു പാർട്ടി സമ്മേളന വേദി പോലെ അങ്ങ് ആകെ ചുവപ്പ് നിറയുകയാണ്. ഒരു കുറച്ച് പിന്നോട്ട് പോയാൽ നമ്മൾ കണ്ടതാണ്, ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ കാവിത്തോരണം കെട്ടാൻ പാടില്ല എന്ന് പോലീസിൻ്റെ നോട്ടീസ് ഇറങ്ങിയത് അവരുടെ ഇൻഡാസ് വന്നത്. ഒപ്പം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട പരിസരത്തൊന്നും കാവി തോരണങ്ങൾ കെട്ടുവാനോ കാവി കൊടികൾ നാട്ടുവാനോ സാധിക്കും. നമുക്കറിയാം, ഈ കാവി കൊടിയും കാവി തോരണമൊന്നും ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ സ്വന്തമൊന്നുമല്ല. അത് ആ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായി വന്ന നിറമാണ്, അലങ്കാരമാണ്. അത് പാടില്ല എന്ന് പറയുകയും അതിനുവേണ്ടി നോട്ടീസ് ഇറക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക ഒരു ഭാഗത്തും, മറുഭാഗത്ത് ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടുകൾക്കാക്കി മാറ്റുമ്പോൾ അതിനെ കൈയും കെട്ടി നോക്കി നിൽക്കുക, അതിന് വേണ്ട സുരക്ഷ ഒരുക്കുക എന്നൊക്കെ ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത്. ഇവിടെ ഇത് രണ്ടും ഒന്നാണെന്നൊരു നെറേറ്റീവ് സൃഷ്ടിച്ചെടുക്കുകയാണ് അവര്.
ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് കാവിയും ഡിവൈഎഫ്ഐയുടെ കൊടിയും അല്ലെങ്കിൽ CPM-ന്റെ കൊടിയും ഇതെല്ലാം ഒന്നാണ് എന്നൊരു നെറേറ്റീവ് അത് സൃഷ്ടിച്ചെടുക്കാൻ ഒരു കുറച്ചു കാലമായി ബോധപൂർവം പരിശ്രമിക്കുന്നു. കാവി എന്നത് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വെച്ചതല്ല. അവര് ഹൈന്ദവ ധർമ്മത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരുടെ കൊടികൾ കാവിയായി പോയതാണ്. ഇവിടെ സഹസ്രാബ്ദങ്ങളായി കാവിയും സനാതന ധർമ്മവും തമ്മിലുള്ള ബന്ധമുണ്ട്. സനാതന ധർമ്മത്തിൽ ഊന്നി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കാവിക്കൊടി വിശ്വ ഹിന്ദു പരിഷത്തിനാകാം, ഹിന്ദു ഐക്യവേദിക്കാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനാകാം അവർ സ്വീകരിച്ചത് സനാതന ധർമ്മത്തിൽ നിന്നാണ്. അല്ലാതെ ഈ ഹൈന്ദവ സംഘടനകളുടെ കൊടി അങ്ങോട്ട് കൊടുത്തതല്ല. ഇപ്പൊ CPM-മായി ബന്ധമുള്ള ഒരു കൊടിയുടെ ഒരു സംഘടനയുടെ ഏതെങ്കിലും ഒരു അറ്റത്ത് ചുവപ്പ് കഷ്ണം ഉണ്ടായിരിക്കുന്നുള്ളത് ഉറപ്പാ. കാരണം അവർ CPM-ൽ നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളായതുകൊണ്ടാണ്. ഇതുപോലെ സനാതന ധർമ്മത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന സംഘടനകളായതുകൊണ്ടാണ് ഹൈന്ദവ സംഘടനകൾക്ക് കാവിക്കൊടി വന്നത്. ഹൈന്ദവ സംഘടനകളുടെ കൊടിയല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട കാവിക്ക് ബന്ധമുള്ളത് കൊണ്ടാണ് അത്. നമുക്കറിയാം, ഒരു റോട്ടിലൊരു കുഴി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടെങ്കിൽ അവിടെ ചുവന്ന കൊടി വെക്കും. അവിടെ പോയിട്ട് ആരെങ്കിലും പറയോ കാവി കൊടി വെക്കണം എന്നുള്ളത്? രണ്ടും കൂടി സമീകരിക്കണം. ചുവപ്പ് എന്താ വെച്ചത്, കൂടെ കാവി വെക്കണം എന്ന് പറയാനുള്ള പൊട്ടത്തരം ആർക്കും ഇല്ലല്ലോ. അപകടം എവിടെയാണോ ഉള്ളത്, മുന്നറിയിപ്പ് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ ചുവപ്പ് തന്നെ കാണിക്കണം. അവിടെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്താൻ ചുവപ്പ് കാണിക്കുന്നു, അവിടെ കാവി വീശണമെന്നൊന്നും ആരും പറയില്ല. പച്ച ലീഗിന്റെയാണ് അത്, അതിൻ്റെതായ ചില പ്രതീകങ്ങളാണ്. ഇതുപോലെ സനാതന ധർമ്മത്തിന്റെ പ്രതീകമാണ് കാവി. അത് കുറച്ചു കാലം ഇത് സമീകരിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാവി പാടില്ല, കാവി അരങ്ങ് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയം ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും ഒന്നാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാനാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അത് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇത് അശ്ലീലമാണ് എന്ന് പറഞ്ഞ ഗോവിന്ദന്റെ ഭാഷ എടുത്താൽ അവർക്കിത് ഒഴിവാക്കേണ്ടതാണ്. അപ്പൊ ക്ഷേത്രങ്ങൾ ഇന്ന് അവർക്ക് ഒരു വെല്ലുവിളിയാണ്. കാരണം അവരെല്ലാം പൊളിച്ചു കളയാൻ പറഞ്ഞിട്ടും വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞിട്ടും ക്ഷേത്രങ്ങൾ കൂടുതൽ നന്നായി വരികയാണ്. ഭക്തരെല്ലാം അവിടേക്ക് എത്തുകയാണ്. അപ്പൊ ഇനി എങ്ങനെ സനാതന ധർമ്മത്തെ പ്രതിരോധിക്കും എന്നറിയാത്തത് കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ചില പേക്കൂത്തുകളാണ് ഇതൊക്കെ. ഭക്തജനങ്ങൾ തന്നെ മനസ്സിലാക്കും. ഇവരെ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ കാണിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ മണ്ണിൽ തന്നെ ഇവരെ പറഞ്ഞയക്കുന്നിടത്തെയാണ് ഇതൊക്കെ അവസാനിക്കുകയുള്ളൂ.